ആമിന്റെ സ്കൂളിലെത്തില്ലേ പാപ്പു? അപ്പൊ നമുക്ക് ആമിനെ ഇറക്കി വിടാം. ഞാനൊരു ഷെഫിന്റെ ഡ്രസ്സൊക്കെ ഇട്ടിട്ടുണ്ട്. ഇങ്ങനെയുള്ള ഡ്രസ് കേട്ടോ. ഈ ഡ്രസ്സ് കാണുമ്പോ ആമി എന്താ പറയാന്ന് എനിക്കറിയില്ല. ഓ മൈ ഗോഡ് എന്ന് പറയോ? അപ്പൊ നമ്മള് ആമീനെ കൂട്ടാൻ വേണ്ടി വന്നതല്ലേ. നബ്ബുള്ളോണ്ട് രാവിലെ കൊണ്ടുവിടാനും കൂട്ടാനൊക്കെ നമ്മള് രണ്ടാളും കൂടെ വന്നു അല്ലേ. ഇതിന്റെ തിരക്കിലായിരുന്നു അന്ന് രാത്രി വന്നെയോ? പക്ഷെ നമ്മള് കുറച്ച് നേരത്തെ കേട്ടോ. അപ്പൊ നമ്മള് വെയിറ്റ് ചെയ്യാണ് അല്ലേ. രാത്രി എപ്പോഴോ വന്നതല്ലേ. നമുക്കിപ്പം ആമീനെ കൂട്ടാം. സ്പൈഡർമാൻ അപ്പൊ നമ്മള് വെയിറ്റ് ചെയ്ത് സ്കൂൾ ഏകദേശം വിട്ടു കേട്ടോ. അപ്പൊ ഞങ്ങളൊരു 3:30 എത്തിയിട്ടില്ലേ പാപ്പു? ഞങ്ങള് രണ്ടാളും പോവാൻ പറഞ്ഞിട്ട് അബ്ബ കേട്ടില്ല. അത് മഴ പെയ്തിട്ടാണ് അബ്ബ സമ്മതിക്കാത്ത. അതുകൊണ്ട് അബ്ബ മാത്രമായിട്ട് പോയിട്ട് അബ്ബ അവിടെ പാപ്പൊരു ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അബ്ബ അതാ അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട് അല്ലേ. എല്ലാരും കുട്ടികളൊക്കെ എടുക്കാൻ വേണ്ടിട്ട് വെയിറ്റ് ചെയ്യണം കേട്ടോ. നല്ല മഴ വരുന്നുണ്ട്. കൊറേ കുട്ടികളുണ്ട് അവിടെ വെയിറ്റ് ചെയ്യുന്നത് അല്ലേ. അതാണ്ട് സ്കൂളിൽ ബെല്ലടിച്ചു. നീ ഏതാണ്? അബ്ബനെ കണ്ടോ? അങ്ങനെയൊക്കെയോ? ആമി വരുമ്പോ നോക്കിയോ. മഴയൊന്നും ഇല്ലെങ്കിൽ നമുക്ക് ചായ കുടിക്കാൻ പോവാം. മഴ ഉണ്ടെങ്കിൽ പോകാൻ പറ്റില്ല. മഴ ഇല്ലെങ്കിൽ നമുക്ക് നോക്കിയിട്ട് ചായ കുടിക്കാം. ദേശീയഗാനൊക്കെ ചൊല്ലുന്നുണ്ട്. എങ്ങനെ ദേശീയഗാനം ചൊല്ലുക? ജനഗണ അറിയില്ലല്ലേ? ജനഗണമന അല്ലേ. നമുക്ക് കേട്ടോ പാപ്പു കേട്ടോ. കുഞ്ഞുകുട്ടി പാടുന്നുണ്ട്. സ്റ്റഡിയായിട്ട് നിൽക്കണം. ഞാൻ നിന്നില്ലേ അവിടുത്തെ ഒരു കുട്ടിയില്ല. നല്ല മഴയായില്ലേ പപ്പു? ശക്തിയായി മഴ. ഇപ്പൊ നാളെ സ്കൂളൊക്കെ ചിലപ്പോ അവധിയാണെന്ന് പറയാൻ പറ്റില്ല അല്ലേ. അവധി നല്ല മഴയായിട്ടോ. നല്ല ശക്തിയിൽ മഴ പെയ്യാൻ തുടങ്ങി. സ്കൂള് വിടുന്ന ടൈമിന് അല്ലെങ്കിൽ എപ്പോഴും ഇങ്ങനെ കേട്ടോ. നല്ല മഴയായിരിക്കും. പാപ്പുന്ന് എന്താ നോക്കണ്ടേ? പാപ്പ ഇവിടെ ഓരോ ഗെയിമൊക്കെ ചെയ്തിരിക്കുക കേട്ടോ. നല്ല തിരക്കാണ് ഇപ്പൊ. ആമി വരും നോക്കിക്കോ. അമ്മനെ കണ്ടില്ല? ആ എന്നാ ഞാൻ വിളിക്കാം. ആമി പാപ്പുന്റെ ഡ്രസ് കണ്ടില്ലേ? അത് ഷെഫിന്റെ ഡ്രസ്സാന്ന് പറഞ്ഞിട്ട് ഒന്ന് ഇട്ടതാ. പുറത്തു പോകുമ്പോ ഇടാൻ പറ്റുമോ? അങ്ങനെ ഇട്ടിട്ട് അന്ന് ഇറങ്ങി. അവള് ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടിട്ട് ഇട്ടതാ. ഓ ആയിക്കോട്ടെ. എന്നാ നീയോ ഫുഡ് ഉണ്ടാക്കുന്ന? നല്ല മഴയായില്ലേ. മഴയും ബ്ലോക്കും. നാളെ ലീവായാ മതിയെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എന്താ വെച്ച് കഴിഞ്ഞാ ഓരോ നോക്കുകയും വേണം. നമ്മൾ ഓടിച്ചാ പോരാ. ഓരെങ്ങനെ വരുന്നതെന്നുള്ളതും കൂടെ നമ്മൾ നോക്കണം. നമ്മളല്ല പറഞ്ഞേ. ഒരു വണ്ടി ഓടിക്കുമ്പോ സേഫ് അല്ലെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കണമല്ലോ. അതാ പറഞ്ഞപ്പ അങ്ങനെ നമ്മൾ സ്കൂളൊക്കെ വിട്ടു വന്നു കേട്ടോ. സ്കൂള് വിട്ട് ചായ കുടിക്കാനൊന്നും നമ്മൾ പോയില്ല അല്ലേ പാപ്പു?
ചായ കുടിക്കാൻ വേണ്ടിയിട്ട് എവിടെയും നിർത്തിയൊന്നുമില്ല, കാരണം അബ്ബയ്ക്ക് ജോലിക്കൊക്കെ പോകാനുണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് അത് ഇംഗ്ലീഷ് പറഞ്ഞു. അപ്പം അതുകൊണ്ട് നമ്മൾ വേഗം തിരിച്ചു വന്നു. പിന്നെന്താ പിന്നെതാ ഇനിയിപ്പോൾ പഠിക്കാനൊക്കെ ഉണ്ടാവേ ഒന്നും. ഒരാളിവിടെ കരയൊക്കെ ആയിരുന്നു ഇതുവരെ അല്ലേ. അത് കഴിഞ്ഞ് പഠിത്തവും എല്ലാം പരിപാടികളൊക്കെ സ്റ്റാർട്ട് ചെയ്തു. ആമയ്ക്ക് നാളെ മാത്സ് എക്സാം ഒക്കെ ഉണ്ട്. അപ്പം അതിൻ്റെ പ്രാക്ടീസാണ്. പാപ്പു ടി വി കാണാണ്. ഓക്കെ ബൈ ബൈ. പാപ്പു പോയി ടി വി കാണാം. നല്ല മഴ പെയ്യുന്നുണ്ട് അല്ലേ. മഴ കുറച്ച് കുറഞ്ഞു. ഇപ്പൊ കുറഞ്ഞിട്ടുണ്ട്. അപ്പം ഞങ്ങൾ പറയായിരുന്നു നാളെ സ്കൂൾ ഇല്ലെങ്കിലോ എന്നുള്ളത്. വൈൻഡപ്പ് ചെയ്യാം. ഒരാൾ വൈൻഡപ്പ് ചെയ്യാനൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പം ഇതൊക്കെയാണ് ഇപ്പം ഉള്ള ലേറ്റസ്റ്റ് വിശേഷങ്ങൾ. അപ്പം ഞങ്ങൾ ചപ്പാത്തിയും ബീഫൊക്കെ കഴിച്ചു. ഇനി ബാക്കിയുള്ള പരിപാടികളൊക്കെ ചെയ്യാം. പാപ്പുഷേ എന്താ കയ്യിലുള്ള? ഇതിന്റെ പേരാണ് തുമ്പ. ആമി ഇപ്പം സ്കൂള് വിട്ട് വന്നപ്പം കൊണ്ട് കൊടുത്താണല്ലേ ആമി? വെറുതെ കണ്ടപ്പോ വെറുതെ ഓണത്തിന് കാണാറുണ്ടല്ലോ. അതെ, ഇതാണ് കേട്ടോ തുമ്പ അല്ലേ പാപ്പു? ഇത് നമ്മളെ ഓണത്തിനൊക്കെ പണ്ട് എപ്പോഴും ഉണ്ടാവുമായിരുന്നു, നടുവിലൊക്കെ വെക്കുന്നായിരുന്നു കേട്ടോ. പക്ഷെ ഇപ്പൊ എവിടെയും കാണാനില്ല അങ്ങനെ അധികം. എവിടെ? അപ്പൊ കേറി വാ, തണുപ്പാവണ്ട. ജലദോഷമൊന്നുമില്ല. നല്ല മഴ പെയ്യുന്നുണ്ട് കേട്ടോ. അപ്പൊ ഞാനിവിടെ കുറെ തുണികളൊക്കെ മടക്കി വെക്കാനുള്ള പരിപാടിയാണ്. അപ്പൊ പാപ്പു ഇത് അവിടെ കളിക്കുകയാണല്ലേ പാപ്പു? പാപ്പു ഫുൾ എന്തൊക്കെയോ പരിപാടിയില്ല. കാണിച്ചു തരാം പാപ്പു കളിക്കുന്നതാ. അപ്പൊ കുറേ തുണികളുണ്ടാവും. മഴയൊക്കെ ആയതുകൊണ്ട് ഉണങ്ങിയെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ. പാപ്പുവിന്റെ സാധനങ്ങളാ ഇതുണ്ടോ. ഇവിടെ ഇത്രയും സാധനങ്ങൾ ഇനിയും മടക്കി വെക്കാനുണ്ട് കേട്ടോ. അപ്പൊ അതിന്റെയൊക്കെ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. എസ്മ പാപ്പുവിന്റെ അലമാരയൊക്കെ സെറ്റ് ചെയ്യാനുണ്ട്. കളിക്കാണോ നീ? നിന്റെ ബേബിക്ക് ഡ്രസ്സൊന്നും ഇല്ലല്ലോ. ബേബിന്റെ ഡ്രസ്സൊക്കെ എവിടെ പോയി? കാണാതായോ? ബൂമ്പാങ്ങാണോ നീ? അപ്പം നമ്മളുടെ പണികളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആമയും അവിടെ ടി വി ഉണ്ട്. സ്കൂളൊക്കെ വിട്ട് വന്ന് ചായയൊക്കെ കുടിച്ചിട്ട് കേട്ടോ. അപ്പോൾ പാപ്പു വേറെ പരിപാടിയിലൊക്കെയാണ് അല്ലേ, കളികളിലൊക്കെ. ഓക്കെ. അപ്പം എൻ്റെ ഡ്യൂട്ടി ഞാൻ ഇങ്ങനെ ചെയ്തോണ്ടിരിക്കും. വെക്കുന്നില്ല? അങ്ങനെ വെക്കാതെ കളിച്ചോ. മഴയൊക്കെ ഉണ്ട്. അപ്പൊ പാപ്പ ഒരു സൈഡിലിരുന്ന് കളിച്ചോ. നല്ല തണുപ്പാണ് കേട്ടോ. ഓക്കെ. ഞാൻ കമ്പ്യൂട്ടറിൽ ഒരു ന്യൂ ഫോൾഡർ ഉണ്ടായിട്ട് പാപ്പുവിന്റെ കുറച്ച് ഫോട്ടോ എടുത്തു വെക്കാന്ന് വിചാരിച്ചിരുന്നപ്പോ എന്റെ ടാബിൽ ഒരു സർപ്രൈസ് ആയിട്ടുണ്ടായ സംഭവമാണ്. സർപ്രൈസ് എന്ന് വെച്ചാൽ ഒരേപോലെ ഇതാണ് എന്റെ വാൾപേപ്പർ ഇതാണ് കേട്ടോ. ആമയും പാപ്പും കൂടെ ഒരു ഓണത്തിന് എടുത്തിട്ടില്ല കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവരുടെ ഈ ഡ്രസ്സ്. ഇപ്പോഴും ഇടയ്ക്കൊക്കെ ഞാൻ എന്തിനേലും ഇട്ടുകൊടുക്കാറുണ്ട്. അപ്പം ഇതേ സെയിം ആണ് ഞാൻ ചെയ്ത് വെച്ചേക്കുന്നത് കേട്ടോ. ഞാൻ ഡെസ്ക്ടോപ്പിൽ ഇത് തന്നെ ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പൊ എനിക്കിത് ഭയങ്കര ഇഷ്ടമായിട്ടുള്ള ഒരു ഫോട്ടോ ആണ്. അപ്പൊ ഞാൻ എപ്പോഴും ഇതും ഫ്രെയിം ചെയ്യിപ്പിക്കണം. ഫ്രെയിം ചെയ്താൽ മതി. ഇതുണ്ടോ ഇങ്ങനെയൊക്കെ വെക്കുമ്പോ നല്ല ഭംഗിയുണ്ടാവും. അതെ. അപ്പൊ അതുപോലെ ഒന്ന് ഫ്രെയിം ചെയ്യണം. അപ്പൊ ഇന്നിനി ചെയ്യാനുള്ളൊരു കാര്യം, പാപ്പുവിന്റെ ആൽബം നമ്മൾ ചെയ്തിട്ടില്ല ബർത്ത്ഡേന്റെ. ആമീന്റെ ഡ്യൂട്ടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആമി കുളിയൊക്കെ കഴിഞ്ഞിട്ട് വന്ന കേട്ടോ. അതാണ് മുടിയൊക്കെ ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പം ആമി ചെയ്യാൻ പോകുന്നത് പാപ്പുവിന്റെ ആൽബത്തിലേക്ക് വേണ്ടിയിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ സെലക്ട് ചെയ്യാണ്. അപ്പോൾ അവളുടെ ആൽബം ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് ജമ ആൽബം എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ പാപ്പുവിന് വേണ്ട കുറച്ച് ഫോട്ടോസൊക്കെ സെലക്ട് ചെയ്ത് ഇടാൻ വേണ്ടി പോവാണ്. അപ്പൊ നാളെ സ്കൂൾ ഉണ്ടോ ഇല്ലയെന്നൊന്നും അറിയില്ലല്ലേ? എന്താണ് ചെറുതായിട്ട് അവിടെ എന്തോ മണ്ണൊക്കെ വീണിട്ടുണ്ട്. ആമീന്റെ കുറച്ച് ആൾക്കാരൊക്കെ മരണപ്പെട്ടു അങ്ങനെയൊക്കെ പറയുന്ന ന്യൂസ് നമുക്ക് കറക്റ്റ് അറിയില്ല. പിന്നെ എന്റെ ഫ്രണ്ട് ബസ്സിലുള്ള അവരുടെ ഭാഗത്തും മണ്ണ് ഭയങ്കര വീണെടുക്കുന്നുണ്ട്, ബ്ലോക്ക് ആയി എന്നൊക്കെ പറയുന്ന കേട്ടതാണ്. അപ്പം അറിയില്ല, നമുക്ക് എന്തായാലും പഠിക്കാം, എല്ലാം ചെയ്തു വെക്കാന്നുള്ളതാണ് കേട്ടോ. ആമി ഇത് ചെയ്തോണ്ടിരിക്കുകയാണ് ഇപ്പൊ ആൽബത്തിന്റെ വർക്ക്.